ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോ വിത്ത് ശ്രദ്ധ. സോ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ജേർണീനെ കുറിച്ചും പിന്നെ എൻ്റെ ഹെയർ റുട്ടീനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഹെയർ ഇങ്ങനെയൊന്നുമല്ല. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയർ ആണ്. ഞാൻ ആദ്യമായിട്ട് കെമിക്കലി ട്രീറ്റ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് തൊട്ട് ഐ തിങ്ക് 2020 വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഐ ഹാഡ് എ വെരി പ്രിറ്റി ലോങ് ബ്ലാക്ക് ഹെയർ. അപ്പോൾ അത് കണ്ട ആരും പറയത്തില്ല കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെന്ന്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. എൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാൻ നോക്കണേ. ബട്ട് ആ ടൈമിലാണ് എൻ്റെ ഒരു പൊട്ട ബുദ്ധി കാരണം എനിക്കൊന്ന് ഹെയർ കളർ ചെയ്യാൻ തോന്നിയത്. പക്ഷേ ഹെയർ കളർ ചെയ്യുന്നത് മോശമൊന്നുമല്ല, ബട്ട് ഞാൻ പോയ സ്ഥലമാണ് ശരിയല്ലാത്തത്. ഒരു നല്ലൊരു പാർലറിലാണ് പോയത്, ബട്ട് എൻ്റെ ഹെയർ ഒന്ന് കുളമാക്കി വെച്ചു. ഹെയർ കളർ ചെയ്യാൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്തു. ബട്ട് ആ എൻ്റെ ഹെയറിൽ ആ കളർ ഒന്നും സെറ്റായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബട്ട് അവർ അത് ഫുള്ളും ബ്ലീച്ച് ചെയ്ത് എൻ്റെ മുടി ഫുള്ളും അലങ്കോലാക്കി. എനിക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, പാസ്റ്റ് ഇസ് പാസ്റ്റ്. സോ എനിക്ക് ആ ടൈമിൽ എനിക്ക് തോന്നി മുടിയൊന്നും മുട്ട അടിച്ച് ഇരിക്കാവോ എന്ന് തോന്നി. ബട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു മുടി കളഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആ പ്രോഡക്റ്റ്സ് എനിക്ക് നല്ല രീതിക്ക് എൻ്റെ മുടി, ഒരു ചത്തുപോയ എൻ്റെ മുടിക്ക് ജീവൻ നൽകാൻ ഒത്തിരി ആ പ്രോഡക്റ്റ്സ് ഹെൽപ്പ് ചെയ്തു. സോ ആ പ്രോഡക്ട്സിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇതിനെക്കുറിച്ച് ഒരുപാട് റിവ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനും റിവ്യൂസ് കണ്ട് ഇങ്ങനെ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ ആൻറ്റിയുടെ കബോർഡിൽ ഇത് കണ്ടത്. പിന്നെ ഞാൻ ഒട്ടും വൈകിയില്ല, അടിച്ചു മാറ്റി അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇത് സൂപ്പർ പ്രോഡക്റ്റാണ്. എനിക്ക് ആദ്യമൊന്നും ഇവിടെ ഹെയർ അത്ര ഇല്ലായിരുന്നു. ഹെയറൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ഈ ബ്ലീച്ച് യൂസ് ചെയ്ത കാരണം എൻ്റെ മുടിയൊന്നും നല്ല രീതിക്ക് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതേ കണ്ടോ, കുഞ്ഞു ഇതൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വളർന്ന ഹെയർസാണ് ഇതെല്ലാം. സോ ഇതൊത്തിരി ഹെൽപ്പ് ചെയ്തു. ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. പിന്നെ ഷാംപൂ ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ 72 hour മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ. ഇതിൽ ഹൈലൂറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും ഇത്. സോ ഇത് നമ്മുടെ ഹെയറിന് നല്ല ലൈഫ് തരും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹെയർ കണ്ടീഷണർ. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ലോറിയലിൻ്റെ തന്നെ ഒരു കണ്ടീഷണറായിരുന്നു. ബട്ട് അത് നോർമൽ ഹെയർസിന് യൂസ് ചെയ്യാം. അതായത് ലൈക്ക് കെമിക്കലി ട്രീറ്റഡ് അല്ലാത്ത ഹെയർസിന് അത് കൊള്ളാം. ബട്ട് എൻ്റെ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് അതിന് എക്സ്ട്രാ മോയ്സ്ചർ വേണമല്ലോ, എക്സ്ട്രാ കെയർ, ഡീപ്പ് കണ്ടീഷനിങ് വേണമല്ലോ. സോ ഈ മാസ്ക്, പ്ലംപിൻ്റെ മെഗാ മോയ്സ്ചറൈസിങ് ഹെയർ മാസ്ക്, ഇതിൽ ഒലിവ് ആൻഡ് മാക്കഡേമിയ ആണുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. സോ ഇത് എൻ്റെ ഹെയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ് പ്രോഡക്റ്റ്. പിന്നെ ഹെയർ സ്പാ. ഇത് ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് നമ്മളുടെ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് മന്ത്ലി വൺസ് നമ്മൾ സ്പാ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്പാ ചെയ്യാൻ ടൈമില്ലാത്തവർക്കും സലൂണിൽ പോകാൻ ടൈമില്ലാത്തവർക്കും ദേ ക്യാൻ യൂസ് ദിസ് പ്രോഡക്റ്റ്. ഇതും നല്ലതാണ്. ഇത് പേരൊന്നും എനിക്ക് സ്പെല് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ലിങ്കൊക്കെ ഇടാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഇറ്റ്സ് ഫോർ ഡാമേജ്ഡ് ഹെയർ. യൂസ് ചെയ്യും, നല്ലതാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഡ്രൈ ആക്കി, ബട്ട് എന്നാലും ചെറിയൊരു നനവുണ്ടായിരിക്കുമല്ലോ ഹെയറിൽ. അപ്പോൾ ഐ യൂസ് ദിസ് ഒരു ലീവ്-ഇൻ കണ്ടീഷണർ. ഇത് ലോറിയലിൻ്റെ തന്നെ ഒരു ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം. ബട്ട് ഞാൻ കുളിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യും. അത് മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഹെയർ എൻഡ്സ്, ഇപ്പോൾ ഇതുണ്ടോ, ഈ എൻഡ്സ് ഫുൾ ഡാമേജ്ഡ് ആണ്. ഈ എൻഡ്സിലൊന്ന് ഞാനിതൊന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ കുറച്ച് കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ കുറച്ച് ബൗൺസി ആയിരിക്കും. രാവിലെ നോക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഹെയർ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ ഹെയർ സിറം. ഇത് ലോറിയലിൻ്റെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം വിത്ത് 6 പ്രഷ്യസ് ഫ്ലോറൽ ഓയിൽസ്.
ഈ സെറം ഇറക്കിയതിന് ലോറിയിലെടുത്ത് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഇത് നമ്മുടെ ഹെയറിന് തരുന്നൊരു ഷൈൻ അത് സൂപ്പറാണ്. അത് മാത്രമല്ല ഇതിൻ്റെ മണം, ഇതിൻ്റെ സ്മെൽ ഒന്നും പറയാനില്ല. സോ ഡിവൈൻ, നല്ല മണമാണ്, അടിപൊളി മണമാണ്. ഞാൻ 2 ഹെയർ ആക്സസറീസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്കാൽപ്പ് മസാജർ. അതായത് നമ്മുടെ ഹെയർ നമ്മൾ ഷാമ്പു ചെയ്ത് കുറച്ച് പതഞ്ഞിരിക്കുമല്ലോ നമ്മുടെ മുടി. അപ്പോൾ ഈ സ്കാൽപ്പ് മസാജർ എടുത്ത് നല്ല രീതിക്കൊന്ന് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ നമ്മുടെ ഹെഡിൽ ഈ ഡേർട്ടും പിന്നെ ബിൽഡപ്പൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഇത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെഡിലെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എനിക്കറിയില്ല, ഇത് ഞാൻ കേട്ടത് മാത്രമാണ്. പിന്നെ ഹെയർ വാഷിന് മുമ്പ് എപ്പോഴും നമ്മുടെ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യുക. ഒരു നല്ലൊരു ബ്രഷ് കൊണ്ട് തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുക. അതായത് പൊട്ടാത്ത രീതിക്ക് വേണം നമ്മൾ ഹെയറൊക്കെ ഒന്ന് ചീകി വിടാൻ വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.